നമ്മുടെ വൺ ബോക്സ് സീരീസിൻ്റെ പാർട്ട് 3യിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ പുതിയ സീരീസ് ആണോ? അല്ല ഗൈസ്, മറ്റേതിൽ മോബ്സ് സ്പോൺ ആവില്ല, അതുപോലെ തന്നെ നോർമൽ ഹോസ്റ്റൽ മോബ്സും ഇല്ല, അല്ലാത്ത മോബ്സിൽ ഒന്നുമില്ല. ഞാൻ വെച്ചാൽ പുതിയൊരു വേൾഡ് തുടങ്ങാമെന്ന്. അപ്പോൾ ഇത് വേറെ മോഡാണ്. അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പൊട്ടിച്ചു തുടങ്ങാം ഗൈസ്. ഇതിൽ പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്, അതിൽ ഓരോ ലെവലുണ്ട്. ചെസ്റ്റ് വരെ ഉണ്ട്, ആപ്പിളുണ്ട്, സാപ്ലിങ് നല്ല യൂസ്ഫുള്ളാണ് ഗൈസ്. സാപ്ലിംഗ് ഒക്കെ നല്ല യൂസ്ഫുള്ളാണ് ഗൈസ്. കണ്ടോ, 16 ലെവലുണ്ട്. ഈച്ച് ലെവൽ ആസ് എ ടീം. ദിസ് ലെവൽ ഈസ് പ്ലെയിൻസ്. കണ്ടോ, മോബ് വരെ സ്പോൺ ആവും ഗൈസ്. അടിപൊളിയല്ലേ ഇത്, ഈ മോഡ്. ഓക്കെ, അപ്പം ഇനി കോഴി താഴെ വീഴൂല. ബട്ട് ഡു നോട്ട് ഫോർഗെറ്റ് സേവ് യുവർ ഐറ്റംസ് ഇൻ ചെസ്റ്റ്. അപ്പോൾ കീപ്പ് ഇൻവെൻ്ററി ഇല്ല ഗൈസ്. ഓക്കെ, കണ്ടത് പോയി. ഓ യെസ് ഗൈസ്, ഫൈനലി വാട്ടർ കിട്ടി. അപ്പം നമ്മളോട് അവർ പറഞ്ഞത് ഇവിടെ ഇത് വെച്ചിട്ട്, അയ്യോ ഗൈസ്, പെർഫെക്റ്റ്. ഇങ്ങനെ ആക്കാൻ കാരണം എൻ്റെ ഗ്രാവൽ എങ്ങനെയാണ് താഴെ വീഴും, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കാൻ പറഞ്ഞത്. കണ്ടോ, ഇപ്പോൾ ഗ്രാവൽ താഴെ വീഴൂല. മെയ്ഡ് ബൈ DTAMC, ഇൻസ്പയർഡ് ബൈ ടോറൗണ്ടേഴ്സ്. ഓക്കെ, ഇതാണ് ആ മോഡ് ഉണ്ടാക്കി അവരുടെ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബ്ലോഗ്സ് ഇതൊക്കെയാണ് മോബ്സ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാം. ഫസ്റ്റ് ടൂൾസ് ആക്കാം ഗൈസ്. അയ്യോ, ഞാൻ അറിയാം, 2 ശവലാക്കി. അപ്പോൾ കുറച്ച് പുതിയ സ്റ്റാർട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓഫ്ലൈനായിട്ടും കളിക്കുന്നുണ്ടാവും, ഓൺലൈനായിട്ടും കളിക്കുന്നുണ്ടാവും, അറിഞ്ഞാൽ. അപ്പോൾ ചില സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കാതെ പ്രോഗ്രസ് ഉണ്ടാക്കും. അപ്പോൾ
ഗൈസ് ഞാൻ അടുത്ത അണ്ടർഗ്രൗണ്ട് ലെവലിന് വേണ്ടി പ്രിപ്പയർ ആവട്ടെ. ന്യൂ ചെസ്റ്റ്. ഓ മൈ ഗോഡ്. അയ്യോ ഡ്രോപ്പ് ആക്കി. ഓക്കെ ഗായ്സ്, ഫൈനലി സം ഫുഡ്. ഗോൾഡൻ ഡാഞ്ചറൈന. ഓക്കെ സ്പ്രൂസ് ഫുഡ്. ഇതങ്ങനെ മൈൻ ചെയ്തെടുക്കാം. അയ്യോ കോഴിക്കുഞ്ഞ് പോയി. കയറുക കയറുക. ഇല്ലടാ കിട്ടിയില്ലടാ. അയ്യോ ഇപ്പം താഴെ വീണേനെ. താഴെ വീണ വാട്ടർ ബക്കറ്റ് പോയി, അത് വേറെ കാര്യം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാനിത് രണ്ടാമത് തുടങ്ങുന്നതുകൊണ്ട് തന്നെ നല്ല പണിയുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം മൈൻഡ് ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ട് ലെവലെത്തുമ്പോൾ നിങ്ങളെ കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത ലെവൽ ആവാറായിട്ടുണ്ട്. 7 6 5 4 3 2 1 and next level. ഓക്കെ അത് അടുത്ത ലെവലിൻ്റെ അല്ലായിരുന്നു, അതെൻ്റെ ഷവലിൻ്റെ ഡ്യൂറബിലിറ്റിയാണ് ഗൈസ്. സോറി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊരു ബാരൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോൺ ടൂൾസും സ്റ്റോൺ ബോൺ മീലെല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ നമ്മളെ കൊണ്ടൊരു ഫാം തുടങ്ങിക്കാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെന്തോ സോഡെല്ലാം തന്നില്ല. അപ്പോൾ എന്തോ ഒരു സാധനം വരാനുണ്ട് തോന്നുന്നു. ഒരു ജസ്റ്റ് സേഫായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതെല്ലാം ഇതിൻ്റെ അകത്ത് എടുത്ത് വെക്കാം. പ്രത്യേകിച്ച് എൻ്റെ വാട്ടർ ബക്കറ്റ്. ഓക്കെ കോഴിയുടെ കൂടെ അവിടെയാണ്. ഇങ്ങോട്ട് കയറാൻ കറേനോട് ആടാ. അയ്യോ മോനെ അങ്ങോട്ട്. അയ്യോ അങ്ങോട്ട് ഓട്ടെ. ജസ്റ്റ് അങ്ങോട്ടല്ല, ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ കുറേ കൊല്ലിട്ടാ. പിന്നെ ഞാനിപ്പോൾ ഓക്കെ അറിയാതെ ആ കോഴി സ്വന്തം ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റച്ചാട്ടം ചാടി. അയ്യോ അവന്ന് പറഞ്ഞ ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറത്തില്ല, ഇങ്ങോട്ട് ഒറ്റച്ചാട്ടം. അത് സ്വന്തം ചാടി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കട്ടെ ഗൈസ്. പിന്നെ ഞാൻ ചെറിയൊരു പെട്ടി പോലെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലത്തിന്. നമുക്ക് സീഡൊന്നും കിട്ടിയിട്ടില്ല. സീഡ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് ശരി ഗൈസ്. അപ്പോൾ ഞാൻ അറിയാതെ ചത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോണിൻ്റെ ഐറ്റംസ് എല്ലാം പോയി. പക്ഷെ എനിക്കിപ്പോൾ ഒരു ഐഡിയ. ഞാനിപ്പോൾ ഒരു ഫാം ലാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് 4 ഗ്രാസ് ബ്ലോക്ക് ആ ചെസ്റ്റിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ബോൺ മീലാക്കിയാൽ യെസ് ഗൈസ് സീഡ് കിട്ടും.
പക്ഷെ ഇവിടെ എന്തോ ബോൺമീലാക്കാൻ പറ്റില്ല, എന്താ അറിയില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓയ്യോ, ബോൺമീൽ തീർന്നു ഗൈസ്. ഓ മൈ ഗോഡ്. എൻ്റെ ഗൈസ് കമ്പോസ്റ്റർ ഉണ്ടാക്കാം. കമ്പോസ്റ്റർ സ്ലാബട ഗൈസ്. കമ്പോസ്റ്റർ വെക്കാം. ലീഫ്, ഡ്രൈ ലീഫ്, റൂട്ട്, ഹാങ്ങിങ്സ് ആണ്. ഓക്കെ 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 യെസ് ഗൈസ്, ബോൺ മീൽ. പക്ഷേ ഇതിപ്പോൾ ഇതെല്ലാം ഗ്ലിച്ചാണ് ഗൈസ്. സാധാരണ ഒരെണ്ണം പൊട്ടിയുമ്പോൾ രണ്ടെണ്ണമല്ല കിട്ടണ്ടേ, ആർക്കറിയാം ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഫാം ലാൻഡ് ഒന്ന് അടിപൊളിയാക്കിയിട്ടാണ് ഗൈസ്. ഗൈസ് ഫൈനലി ടോർച്ച് ഇട്ടിട്ടുണ്ട്, വെരി യൂസ്ഫുൾ. പിന്നെ ഒരു ആർമർ ട്രിമ്മ്. ഓ മൈ ഗോഡ്, സീഡ്സ്. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. എല്ലാം വേണം. പംകിൻ വേണ്ട, ബാക്കിലായിരിക്കട്ടെ. ഞാനിപ്പോൾ ഡിസൈവാണ് ഉപയോഗിക്കുന്നത്. ഒരു നൈറ്റ് വിഷൻ മോഡുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. ഈ UI ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ടോർച്ച് അയ്യോ, ഞാൻ മൈൻഡ് ചെയ്തിട്ടാണോ. പിന്നെ ഞാനിവിടെ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഷീപ്പിനെ കൂടെ കിട്ടി, കോഴീനെ തട്ടി, പിന്നെ മഷ്റൂമിനെ കിട്ടി. ഗായ്സ്, your one block level is about to be upgraded. Let's go. നമ്മുടെ ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ആക്കി. ഇപ്പം അപ്ഗ്രേഡ് ആ സമയത്ത് ഇത്രയും നേരം ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം 3 ഷീപ്പുണ്ട്, 3 കവുണ്ട്. പിന്നെ വീട്ട് ഫാം മെല്ലെ വളരുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടെ ഒരു കോഴിക്കുഞ്ഞുണ്ട്, പിന്നെ ഒരു ആമടിയിലെ കുഞ്ഞുണ്ട്, പിന്നെ ഒരു വലിയ ആമടിയിലെ കൂടെ ഉണ്ട്. പിന്നെ ഈ കോഴിക്കുഞ്ഞ് പ്രത്യേകിച്ച് ഉപകാരമില്ല. പിന്നെ ജസ്റ്റ് വെച്ചുണ്ട്, കമ്പോസ്റ്ററുണ്ട്, ബാരിയുണ്ട്. പിന്നെ ഇവിടെ ഒരു റോ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇത് ബ്ലോക്കാക്കി. എന്നിട്ട് ഞാൻ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എപ്പിസോഡ് നിർത്തും. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 200 ബ്ലോക്കാണ് ഡ്യൂറേഷൻ. ഒബ്ജക്റ്റീവ് അയൺ ആർമർ ആക്കാനാണ്. ഓ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ നിർത്തുകയാണ് ഗൈസ്.
ഗൈസ്, ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്ത് പണിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു വെറുതെ പ്ലാറ്റ്ഫോം ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ബേസ് വേണോ, എന്തെങ്കിലും ചെറിയ സംഭവം എടുക്കാം. അതൊരു ഫാം, അതിന് ചുറ്റും നടക്കാൻ വഴി, പിന്നെ ഇവിടെ നമ്മുടെ ഫുഡ് ഫാം, പിന്നെ ഇവിടെ ട്രീ ഫാം. ഇത്രയുള്ള ഡിസൈനാണ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ലെവൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുൾ ക്ലീൻ ആക്കുകയൊക്കെ ചെയ്തു. 2 ആൾമരിയിലുണ്ട്. ഞാൻ ഇവരെ കൊല്ലാത്തതെന്ന് വെച്ചാൽ വാവയിൽ ഇങ്ങനെ OP XP ഫാമില്ലേ, അതിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവരിങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. എനിക്ക് ബോറടിക്കുമ്പോൾ ഫുട്ബോളും കളിക്കാം. പേടിപ്പിക്കുന്ന സ്പ്രിൻ്റ് ചെയ്താൽ മാത്രം മതി. ഒരു മരം വളർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എപ്പിസോഡ്. ഇതിൻ്റെ അകത്ത് കോപ്പറുണ്ട്. എന്നാൽ പിന്നെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് 600 കേൾക്കുകയില്ല. ബാക്കി അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റാ, ബൈ ബൈ.